dear beautiful Sagis. Welcome to the first episode of Sagia Speaks. അപ്പോൾ എന്താണ് സഗിയ സ്പീക്സ്? സഗിയ സ്പീക്സിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഫീമെയിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രോത്ത് ബേസ്ഡ്, എംപവേർഡ് ബേസ്ഡ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ടോപ്പിക്സ് ആയിരിക്കും സഗിയ സ്പീക്സിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഈ സഖിയ? സഖിയ സ്പേസ് ഈസ് എ ഫീമെയിൽ വെൽനസ് കമ്മ്യൂണിറ്റി ഫോർ മെൻ്റൽ, ഫിസിക്കൽ, സോഷ്യൽ വെൽനസ്. നമ്മുടെ മൈൻഡ്, ബോഡി, സോൾ ഒക്കെ ഒന്ന് അടിപൊളിയാക്കാനുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് സഖിയ സ്പേസ്. നമുക്ക് അവിടെ ഇപ്പോൾ കറൻ്റ്ലി നമുക്ക് ഫിറ്റ്നസ് സെഷൻസ് നടക്കുന്നുണ്ട്, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഗ്രോത്ത് ബേസ്ഡ് ആയിട്ടുള്ള സെൽഫ് ഡെവലപ്മെൻറ്റ് സെഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. സോ ഇഫ് യു ഗേസ് ആർ ഇൻട്രസ്റ്റഡ്, പ്ലീസ് ചെക്ക് ദ ഡിസ്ക്രിപ്ഷൻ. അവിടെ നമ്മുടെ വാട്സപ്പ് നമ്പർ ഉണ്ടാവും, യു ക്യാൻ കണക്ട് ദർ. നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് തന്നെ സെൽഫ് ലവ് ആണ്. കാരണം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങാം ആദ്യം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ സെൽഫ് ലവ് എന്നുള്ള ടോപ്പിക്ക് ചൂസ് ചെയ്തത്. നമ്മുടെ ലാസ്റ്റ് വീക്കിലെ സെഷനും സെൽഫ് ലവിനെ കുറിച്ച് തന്നെയായിരുന്നു. അപ്പോൾ സെൽഫ് ലവിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ നമ്മുടെ ഒരു ഇന്ത്യൻ പോയറ്റ്, കബീർ എന്നിട്ടുള്ള ഒരു ഇന്ത്യൻ പോയറ്റ്, അയാളുടെ ഒരു കവിതയിൽ എഴുതിയിട്ടുണ്ട്, ഐ ലവ് വെൻ ഹിയർ ദാറ്റ് ദ ഫിഷ് ഇൻ ദ വാട്ടർ ഈസ് തേഴ്സ്റ്റി. വെള്ളത്തിൽ കിടക്കുന്ന ഒരു ഫിഷ് ഒരു മീനിന് ദാഹിക്കുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ ഞാൻ ചിരിക്കാറുണ്ട് എന്ന്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഒക്കെ അവസ്ഥ. എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ ആരും പരിഗണിക്കുന്നില്ല, എനിക്കാരുമില്ല എന്ന് നമ്മളിങ്ങനെ പറഞ്ഞ് നടക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരുപാട് സ്നേഹം ദൈവം നിറച്ചു തന്നിട്ടുണ്ട്. പല സാഹചര്യങ്ങൾ കൊണ്ടും നമ്മൾ വളർന്നു വന്നിട്ടുള്ള പല സിറ്റുവേഷൻ കൊണ്ടും നമുക്കിതൊന്നും കാണാൻ പറ്റുന്നില്ല. അതൊക്കെ ഇങ്ങനെ ഒരു പൊടി പിടിച്ച് കുറച്ച് ലെയേഴ്സ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഉള്ളിൽ തന്നെ കിടക്കുന്ന ഈ സെൽഫ് ലവിനൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കാനുള്ള ഒരു ശ്രമമാണ് ഇന്നത്തേത്. ആക്ച്വലി ഈ സെൽഫ് ലവ് ഇല്ലായ്മ എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് ലാക്ക് ഓഫ് അക്സെപ്റ്റൻസ് എന്ന് പറയാം. നമ്മൾ അംഗീകരിക്കാത്ത ഒരു കണ്ടീഷനിലേക്ക് വരുമ്പോഴാണ് സെൽഫ് ലവ് അവിടെ കുറഞ്ഞു എന്ന് പറയാം. സെൽഫ് ലവ് എന്നല്ല, ഏതൊരു റിലേഷൻഷിപ്പോ ഏത് കാര്യത്തിലേക്ക് വരുമ്പോഴും നമ്മൾ മറ്റേ ആളെ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ വരുമ്പോഴാണ് അവിടെ ഒരു ലവ് എന്നുള്ള സംഭവം കുറഞ്ഞു വരും. സെയിം വെൻ ഇറ്റ്സ് കം ടു ദ സെൽഫ് ലവ്. നമുക്ക് നമ്മളെ അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല പല കാരണങ്ങൾ കൊണ്ട്. ആക്ച്വലി നമുക്ക് കുട്ടികളെ വെച്ച് നോക്കാം. നമ്മുടെ കുട്ടികളെയും കൊണ്ട് ചിലപ്പോൾ നമ്മളൊരു റെസ്റ്റോറൻറ്റിലോ പുറത്തെവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ അവർ ബഹളം വെക്കും, അവർ ചിരിക്കും, കളിക്കും, അവരവിടെ കോടി നടക്കുന്നൊക്കെ ഉണ്ടാവും. പക്ഷേ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു സിനാരിയോ വെച്ച് നമ്മൾ പറയും, വേണ്ട അങ്ങനെയൊന്നും ചെയ്യണ്ട, ഇങ്ങനെയൊന്നും ചെയ്യണ്ട, അങ്ങനെ ഉറക്കെ പറയാൻ പറ്റില്ല, കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ റെസ്ട്രിക്ഷൻസ് വെക്കും. ഇത് ഓൾറെഡി ആ കുട്ടികൾ എടുക്കും, എന്ത് ചെയ്യും, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയൂല. ഓക്കെ, അവർ ജസ്റ്റ് ലൈക്ക് അവരുടെ ട്രൂ സെൽഫായിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി, നമ്മുടെ കൾച്ചർ കുറേ കാര്യങ്ങൾ റെസ്ട്രിക്ഷൻസ് വെച്ച് നമ്മളിതിങ്ങനെ കുട്ടികൾ വലുതാവുമ്പോൾ അതിൻ്റെ കൂടെ നമ്മളെ കൂടെ ഈ കാര്യങ്ങളും വലുതാവും. കുറേ ഇൻസെക്യൂരിറ്റീസ് വലുതാവും. ഞാനിങ്ങനെ ചെയ്താൽ പ്രശ്നമാണോ, ഞാനിത് പറഞ്ഞാൽ മോശമാണോ. നമ്മൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാവുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ആൻസർ, ടീച്ചർ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്കറിയായിരിക്കും. പക്ഷേ ഹാൻഡ് റൈസ് ചെയ്ത് ഞാനെങ്ങാനും പറഞ്ഞാൽ അത് മണ്ടത്തരായി എൻ്റെ ക്ലാസ്സിലുള്ളവരൊക്കെ ചിരിച്ചാലോ, അയ്യോ ഭൂമി പിളർന്ന് താഴേക്ക് പോകേണ്ട ഒരു ഫീൽ ആയിരിക്കും അല്ലേ. ഇത് ആലോചിച്ചിട്ട് നമ്മൾ പലപ്പോഴും ആൻസർ പറഞ്ഞിട്ടുണ്ടാവില്ലേ. ആൻഡ് ആ ആൻസർ പറയുമ്പോൾ അയ്യോ പറഞ്ഞാൽ മതിയായിരുന്നു, ഞാൻ വിചാരിച്ചത് തന്നെയാണ്, എനിക്കറിയായിരുന്നു എന്നൊക്കെ നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവും. എവിടൊക്കെയോ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. നമ്മളുടെ കുറവുകളെ നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ കറുത്തിട്ടാണ്, എനിക്കൊന്നറിയാം മുഖക്കുരുണ്ട്, ഞാൻ തടിച്ചിട്ടാണ്, ഞാൻ ഹൈറ്റ് ഇല്ല, ഞാൻ ഉരുണ്ടിട്ടാണ്, ഞാൻ മെലിഞ്ഞിട്ടാണ്. അങ്ങനെ കുറേ കുറവുകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. എല്ലാവരും ഒരേപോലെയല്ല. ദൈവമാരെ അങ്ങനെ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നമുക്ക് എല്ലാവർക്കും ഓരോ കാര്യങ്ങളുണ്ടാവും. ഈ കുറവുകളെല്ലാം സ്നേഹിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ കുറവുകളൊക്കെ ഉള്ള നമ്മളായിട്ടുള്ള മനുഷ്യനെ നമ്മൾ സ്നേഹിക്കണം, ആ മനുഷ്യനെ നമ്മൾ അംഗീകരിക്കണം. എപ്പോഴാണ് നമ്മൾ ആ മനുഷ്യനെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങുന്നത്, അപ്പോൾ മാത്രമേ നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. ആ കുറവുകളൊക്കെ ഉള്ളൊരു മനുഷ്യനാണ് നമ്മൾ. ആ മനുഷ്യനെ നമുക്ക് സ്നേഹിക്കണം എന്നുണ്ടെങ്കിൽ ആ കുറവുകളെയും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, അംഗീകരിക്കണം. പലപ്പോഴും ഈ കുറവുകൾ ഇതൊരു പ്രശ്നമാണ് എന്ന് നമ്മൾ കാണുന്നത് മറ്റുള്ളവർ ചിലപ്പോൾ പറയുമ്പോഴായിരിക്കും. അതുവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രശ്നമേ അല്ല. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഈ സൊസൈറ്റി അല്ലെങ്കിൽ കൾച്ചറൊക്കെ നമുക്ക് വെച്ചിട്ടുള്ള ഒരു ഡിനോമിനേറ്റർ ഉണ്ട്. ഈ ഡിനോമിനേറ്റർ വെച്ചിട്ടാണ് നീ തന്നെ ഹരിക്കേണ്ടത് അല്ലെങ്കിൽ ഗുണിക്കേണ്ടത് എന്നൊക്കെ പറയുന്ന ഈ ഒരു സംഭവം നമ്മൾ ഒഴിവാക്കും. ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് തന്നെ നന്നായിട്ട് അറിയാലോ, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആരെങ്കിലും ഒക്കെ പറയും. പക്ഷെ നമുക്ക് മാത്രമേ നമ്മൾ അറിയുള്ളൂ എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. സോ
മറ്റുള്ളവരുടെ ആ ഒരു മോൾഡിലേക്കും അല്ലെങ്കിൽ അവരുടെ ഡിനോമിനേറ്റേഴ്സിലേക്കും വെച്ച് നമ്മൾ നമ്മളെ ഹരിക്കുകയും ഗുണിക്കുകയും ഒന്നും ചെയ്യാണ്ടിരിക്കുക. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുറവുകളെ അംഗീകരിക്കുക, നമ്മളെ അക്സെപ്റ്റ് ചെയ്യുക. സോ അതാണ് സെൽഫ് ലവിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത് വരുന്നതാണ് ബൗണ്ടറി സെറ്റിംഗ്. ആരോട് എപ്പോൾ എന്ത് പറയണം, എപ്പോൾ യെസ് പറയണം, എപ്പോൾ നോ പറയണം, വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടാവണം. എസ്പെഷ്യലി നമ്മൾ കുറച്ചും കൂടി ഒരു അഡൾട്ട്ഹുഡിലേക്ക് എത്തുമ്പോൾ നമുക്കിന്ന് പുറത്ത് പോയാലോ ചിലപ്പോൾ നമുക്ക് അപ്പോൾ താല്പര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്ക് വേറെ കാര്യങ്ങൾ വേണ്ട, എനിക്ക് എൻ്റെ കാര്യങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ റൂഡല്ലാത്ത രീതിയിൽ പറയണം. അതാണ് ഒരു ബൗണ്ടറി സെറ്റിംഗ്. വർക്ക് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം, ഈ സമയത്തിൻ്റെ ശേഷം ഞാൻ വർക്കും ഇമെയിൽസും കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യൂല, അല്ലെങ്കിൽ ഈ ഒരു രാത്രി ഇത്ര സമയത്തിൻ്റെ ശേഷം ഞാൻ എൻ്റെ ഫോൺ യൂസ് ചെയ്യില്ല, മോർണിംഗ് ഞാൻ ഇത്ര ടൈമിൻ്റെ ശേഷം മാത്രമേ ഞാൻ എൻ്റെ ഫോണും കാര്യങ്ങളും യൂസ് ചെയ്യുള്ളൂ, ഇതെനിക്ക് എൻ്റെ ഫാമിലിക്കുള്ള ഈ ഒരു ടൈമാണ്. ഇങ്ങനെ പല പല ബൗണ്ടറീസും നമ്മൾ നമുക്ക് വേണ്ടി സെറ്റ് ചെയ്യണം. നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്യണം, നമ്മുടെ സമാധാനം പ്രയോറിറ്റൈസ് ചെയ്യണം, നമ്മുടെ ടൈം നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം. അതാണ് നമ്മുടെ സെക്കൻഡായിട്ട്. സോ ഫസ്റ്റ് വന്നിട്ടുള്ളത് സെൽഫ് അക്സെപ്റ്റൻസ്, രണ്ടാമത് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക. ഇനി മൂന്നാമത് ഫോർഗീവ്നെസ്. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. പല ആൾക്കാരോടുള്ള ദേഷ്യം ഉണ്ടാവും, നമ്മളോട് തന്നെയുള്ള ദേഷ്യങ്ങളുണ്ടാവും. അപ്പോൾ സെൽഫ് ഫോർഗീവ്നെസ്സും ഫോർഗീവ്നെസ് ടു അതേഴ്സ്. നമ്മളോടുള്ള ദേഷ്യം ഉണ്ടാവുമോ എന്ന് ചിലവർ വിചാരിക്കുന്നുണ്ടാവും. നമ്മളോടുള്ള ദേഷ്യം വരുന്നത് നമ്മൾ പലവരോടും പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ റിഗ്രറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, ഇതൊന്നും നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മളെ സ്നേഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ കാര്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളോട് തന്നെ ഫോർഗീവ് ചെയ്യാം. ഫോർഗീവ്നെസ് ജേർണലിംഗ് ആണ് അതിന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ്. ഒരു പേപ്പറും പെന്നും എടുത്തിട്ട് എഴുതുക, ഓക്കെ നീ അന്ന് അങ്ങനെ ചെയ്തത് ശരിയായിട്ടില്ല, നീ ആ ആളോട് അങ്ങനെ പറഞ്ഞത് ശരിയായിട്ടില്ല, ഐ ആം സോറി, ഐ ആം സോറി, ഐ ആം സോറി എന്ന് നമ്മൾ തന്നെ നമ്മളോട് തന്നെ പറയാം. അതെഴുതുക. നമുക്ക് അത് ബെറ്റർ അത് ടീർ ചെയ്തിട്ടോ അല്ലെങ്കിൽ കത്തിച്ചോ കളയുന്നതാണ് ബെറ്റർ ആയിട്ടുള്ളത്. ഇതേപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരോട് ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ നമുക്ക് അവരോട് പോയി സോറി പറയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. ചിലപ്പോൾ ഈ കാര്യം അവർ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഞാൻ അവരോട് പോയി സോറി പറയാം എന്നുള്ളൊരു പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. അപ്പോൾ അതും നമ്മൾ എഴുതുക, ഞാൻ അയാളോട് ഇങ്ങനെ ചെയ്തത് അതൊരു തെറ്റായിരുന്നു എന്നുള്ളത് നമുക്ക് എഴുതാം. പിന്നെ മറ്റുള്ളവർ നമ്മളോട് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും. അവരോട് പോയി ദേഷ്യവും വാശിയും കാണിക്കാതെ അത് നമ്മൾ എഴുതി തീർക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇത് നമ്മളൊരു നന്മമരമാവാൻ ചെയ്യുന്നൊരു പരിപാടിയല്ല. നമ്മുടെ ഉള്ളിൽ തന്നെ ഇതിങ്ങനെ വെച്ചുകൊണ്ട് നമ്മൾ ഈ ഹെവി ഫീലിങ്ങിൽ നടക്കുമ്പോൾ അത് നമുക്കാണ് ബുദ്ധിമുട്ട്. നമ്മളെ സെൽഫ് ലവ്, നമ്മളെ കെയർ ചെയ്യാനും നമ്മളെ ഇഷ്ടപ്പെടാനുള്ളൊരു ബുദ്ധിമുട്ട് നമുക്കുള്ളിൽ വരും. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇതെല്ലാം എഴുതി തീർത്ത് അത് കത്തിച്ച് കളയുക. ഫോർഗീവ്നെസ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. ചില സമയത്ത് നമ്മളോട് പറയുന്ന വാക്കുകളുണ്ടല്ലോ, ഇതെങ്ങനെ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോട് എങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ അവരെ കണ്ടിട്ടുണ്ടാവില്ല. അത്രയും ക്രൂവലായിട്ടാണ് നമ്മളോട് സംസാരിക്കാറുള്ളത്. വി നീഡ് ടു ബി കൈൻഡ് ടു അവർസെൽഫ്. വളരെ കൈൻഡായിട്ട് വേണം നമ്മളോട് സംസാരിക്കാൻ. നമ്മുടെ സൈഡിൽ നിന്ന് വല്ല തെറ്റുകളും ഒക്കെ വന്നിട്ടുണ്ട്, ഇറ്റ്സ് ഓക്കെ, സാരമില്ല എന്ന് നമ്മളെ സമാധാനിപ്പിക്കണം. നമ്മുടെ പ്രിയപ്പെട്ട വേറെ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്ന് അവർ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും പറയൂല അവർ എന്നാലും നിനക്ക് ഇങ്ങനെ തന്നെ വരുള്ളൂ എന്നൊന്നും നമ്മൾ പറയാറില്ല. നമ്മൾ അവരോട് ഇറ്റ്സ് ഓക്കെ, നീ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്ത ആളല്ലേ, പിന്നെ ഇതൊന്നും ഒരു വിഷയമല്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ നമ്മളെ സൈഡിലാണ്, നമ്മുടെ അടുത്താണ് ഒരു അബദ്ധം പറ്റിയത്, നമ്മുടെ അടുത്താണ് ഒരു പ്രശ്നങ്ങൾ ഉണ്ടായത് വെച്ചാൽ നമ്മൾ വളരെ റൂഡായിട്ടായിരിക്കും നമ്മളെ അടുത്ത് സംസാരിക്കുക. ആ ഒരു നെഗറ്റീവ് സെൽഫ് ടോക്ക് നമ്മളെപ്പോൾ നിർത്തുന്നോ അപ്പോൾ നമുക്ക് നമ്മളെങ്ങനെ പ്രണയിക്കാൻ പറ്റും. സ്നേഹിക്കാനല്ല, ഭയങ്കരമായിട്ട് പ്രണയിക്കാൻ പറ്റും. സോ നമ്മൾ സെൽഫ് ലവിൽ ഇതുവരെ കവർ ചെയ്തത് നമ്മുടെ സെൽഫ് അക്സെപ്റ്റൻസ്, ബൗണ്ടറി സെറ്റിംഗ്, ഫോർഗീവ്നെസ് ആൻഡ് ബി കൈൻഡ് ടു അവർ സെൽഫ്. ഇനിയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വരുന്നത് സെൽഫ് കെയർ. നമുക്ക് പൊതുവെ സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ നമ്മൾ ബബിൾ ബാത്തും സ്കിൻ കെയറും സ്പായും ഇതൊക്കെയാണ് സെൽഫ് ലവ് എന്ന് നമ്മൾ എവിടേക്കോ നമ്മുടെ മൈൻഡിൽ കയറിയിട്ടുണ്ട്. പക്ഷെ ഇതിനേക്കാളൊക്കെ അപ്പുറത്താണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് സെൽഫ് കെയർ.
സെൽഫ് കെയറിൽ നമുക്ക് സ്കിൻ കെയർ പറയാം, നമ്മുടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളും, ഫിറ്റ്നസ്, നമ്മൾ എന്ത് കഴിക്കുന്നു, ഇതൊക്കെയാണ് നമ്മുടെ സെൽഫ് കെയറിലേക്ക് വരുന്നത്. ആൻഡ് ആൾസോ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്ന സ്കിൽസും കാര്യങ്ങളും ഒക്കെ സെൽഫ് കെയറിൽ വരുന്നുണ്ട്. സെൽഫ് കെയറിൽ ഫസ്റ്റ് ആയിട്ട് നമുക്ക് സ്കിൻ കെയറിനെ കുറിച്ച് സംസാരിക്കാം. നമുക്ക് എന്തൊക്കെ നമ്മുടെ സ്കിന്ന്, നമ്മൾ ഓരോരുത്തരുടെയും സ്കിന്നും കാര്യങ്ങളും നമുക്കറിയാം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. കുറച്ചൊക്കെ നമുക്ക് വേണമെങ്കിൽ മേക്കപ്പ് ചെയ്യാം, നമ്മുടെ ലിപ് ബാമും, അത്യാവശ്യം നമ്മൾ പുറത്തു പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും എന്തായാലും മസ്റ്റായിട്ട് തേക്കുക. നമ്മുടെ സ്കിന്ന് നമ്മൾ തന്നെ കെയർ ചെയ്യണം, വേറൊരാൾ വന്ന് കെയർ ചെയ്ത് തരില്ല. പലപ്പോഴും നമ്മൾ വിചാരിക്കും, നമ്മൾ പറയും ഞാൻ ജീവിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ്, ഞാൻ ജീവിക്കുന്നത് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്, ഞാൻ ജീവിക്കുന്നത് ഹസ്ബൻഡിന് വേണ്ടി. ഇതൊക്കെ നമുക്ക് പറയാനേ പറ്റൂ. പക്ഷെ അറ്റ് എൻഡ് ഓഫ് ദി ഡേ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് മാത്രം ജീവിക്കുന്നത്, അവർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. നമ്മൾ ഈ ലോകത്തേക്ക് വന്നതും നമ്മൾ ഈ ലോകത്തു നിന്ന് പോകുന്നതും ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു ബോധ്യം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവണം. സോ നമ്മുടെ ശരീരം നമ്മൾ തന്നെ ടേക്ക് കെയർ ചെയ്യുക. അപ്പോൾ അത്യാവശ്യം നമ്മൾ കുറച്ചൊക്കെ നമുക്കത് ഇഷ്ടമാണ്, നമുക്ക് ആ ഒരു രൂപത്തിൽ നമ്മളെ കാണാൻ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഡു സം കൈൻഡ് ഓഫ് മേക്കപ്പ്. ഞാൻ ഓവറായിട്ട് മേക്കപ്പ് ചെയ്യണം എന്ന്, കാരണം ഞാൻ പേഴ്സണലി അത്യാവശ്യം ഓവറായിട്ട് മേക്കപ്പ് ചെയ്യുന്ന ഒരാളല്ല. പക്ഷെ അത്യാവശ്യത്തിന് നമ്മുടെ സ്കിന്നും കാര്യങ്ങളും നമ്മൾ ടേക്ക് കെയർ ചെയ്യണം. നന്നായിട്ട് ഡ്രസ്സ് ചെയ്യണം. അതായത് ഈ കച്ചറായിട്ടുള്ള ഡ്രസ്സ് നമ്മളിങ്ങനെ വീട്ടിലിട്ട് നടക്കാണ്ട് അത്യാവശ്യം നല്ല ലുക്കിലൊക്കെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നമ്മുടെ ഇടയ്ക്കൊന്ന് കണ്ണാടിയിലൊക്കെ നോക്കി നമ്മൾ നോക്കി ഐ ലവ് യു എന്നൊക്കെ ഒന്ന് പറയണം. എന്ത് ലുക്കാ ഇന്ന്, അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു നോക്ക്. അപ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയോ ഒരു ഫീലിംഗ് വരും. സ്കിൻ കെയർ, നമ്മുടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളും, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫിറ്റ്നസ്. നമ്മുടെ ശരീരം നമ്മൾ ടേക്ക് കെയർ ചെയ്യണം. ഹെൽത്ത് ഈസ് വെൽത്ത്. ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള നിധിയാണ് ദൈവം നമുക്ക് തന്നിട്ടുള്ള ഈ ആരോഗ്യം, ഈ നിധി നമ്മൾ സംരക്ഷിക്കണം. നമ്മുടെ അടുത്ത് ഒരു സ്വർണ്ണക്കാട്ട ആരെങ്കിലും ഏൽപ്പിച്ചാൽ നമ്മളത് എവിടെയെങ്കിലും വെച്ച് പോവും? ഇല്ല, നമ്മൾ വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ചു കൈകാര്യം ചെയ്യും. അതേപോലെ നമ്മുടെ ആരോഗ്യം നമ്മൾ ടേക്ക് കെയർ ചെയ്യണം. അതിനാവശ്യത്തിനുള്ള നമ്മുടെ എക്സസൈസും കാര്യങ്ങളും ചെയ്യുക, അത്യാവശ്യം വെള്ളം കുടിക്കുക, നല്ല ഫുഡ് കഴിക്കുക. നല്ല ഫുഡ് എന്ന് പറഞ്ഞത് അടിപൊളി അൽഫാമും കോഴി ബിരിയാണിയും ഒന്നല്ല, നല്ല ഹെൽത്തി ആയിട്ടുള്ള, ഇതൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ കഴിക്കാം കേട്ടോ, പക്ഷെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. നമ്മുടെ ഉള്ളിലേക്ക് എന്ത് കൊടുക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ ടോട്ടൽ ആരോഗ്യം. ഇത് ഫുഡ് മാത്രമല്ല, നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ കൊടുക്കുന്ന നെഗറ്റീവ് ടോക്സ് ഒക്കെ നമ്മളെ ഇമ്പാക്റ്റ് ചെയ്യും. സോ നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുക, നല്ല ഫുഡ് നമ്മുടെ ഉള്ളിലേക്ക് കൊടുക്കുക. നമ്മുടെ ശരീരം ഇതിനാവശ്യത്തിനുള്ള ഫിറ്റ്നസ്സും എക്സസൈസും കാര്യങ്ങളും ഒക്കെ ചെയ്യാം. പിന്നെ നമ്മുടെ മൈൻഡിന് വേണ്ടിയിട്ടുള്ള ഒരു സെൽഫ് കെയർ ചെയ്യാം. നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ടാവില്ല, നമുക്ക് പാഷനേറ്റ് ആയുള്ള, ചിലപ്പോൾ പാട്ട് പാടുന്നതായിരിക്കാം, ചിത്രം വരയ്ക്കുന്നതായിരിക്കാം, ബുക്ക് വായിക്കുന്നതായിരിക്കാം. ഇങ്ങനെ കുറച്ച് ഒരു പാഷൻ എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. ഒരു പാഷനായിട്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. ഇത് നമ്മുടെ കുഞ്ഞുണ്ടല്ലോ, നമ്മുടെ ഉള്ളിൽ ആ കുട്ടിയെ ഇങ്ങനെ നമ്മളെപ്പോഴും കെയർ ചെയ്യുന്നത് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുക. ആൻഡ് ആൾസോ നമ്മുടെ സ്കിൽസ് എപ്പോഴും ഓൾവേസ് ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. സോ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സെൽഫ് ലവ്. ഞാൻ ഒന്നും കൂടെ പറയാം. സെൽഫ് അക്സെപ്റ്റൻസ്, ബൗണ്ടറി സെറ്റിംഗ്, ഫോർഗീവ്നെസ്, ബീങ് കൈൻഡ് ടു യുവർ സെൽഫ് ആൻഡ് സെൽഫ് കെയർ. ഇതെല്ലാം ചെയ്ത് നമുക്ക് നമ്മളിങ്ങനെ അടിപൊളിയായി സ്നേഹിക്കാം, അല്ലേ? ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ ലിസണിങ് ടു മീ. പിന്നെ നിങ്ങളൊരു ഉപകാരം ചെയ്യണം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളിൽ ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ആൾസോ ട്രൈ ടു ഷെയർ ഓൺ യുവർ ഇൻസ്റ്റഗ്രാം. അപ്പോൾ ഇത് മറ്റുള്ളവരിലേക്കും എത്തും. സോ താങ്ക് യു സോ മച്ച്. ബൈ.